ഇന്ത്യ US വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടാൻ പല രാജ്യങ്ങളും കാത്തുനിൽക്കുകയാണ്. 2024 മാർച്ചിൽ അന്തിമമാക്കിയ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തിങ്കളാഴ്ചയാണ് അറിയിച്ചത്. സ്വിറ്റ്സർലൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, ഐസ്ലാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള EFTA കരാർ സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഒപ്പുവെച്ച വ്യാപാര കരാറുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. അടുത്ത മാസം 1-ാം തീയതി മുതൽ സ്വിറ്റ്സർലൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, ഐസ്ലാൻഡ് എന്നീ 4 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പും പ്രാബല്യത്തിൽ വരും. UP ഇന്റർനാഷണൽ ട്രേഡ് ഷോയുടെ സമാപന സമ്മേളനത്തിലാണ് ഗോയൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, പെറു എന്നിവയുൾപ്പെടെ 27 രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അടിവരയിടുകയും ചെയ്തു. അതേസമയം യുറേഷ്യയുമായുള്ള കരാറിനുള്ള നിബന്ധനകൾ ഇതിനകം അന്തിമമാക്കിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. UAE, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം എന്നിവയുമായി ഇതിനകം കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 2014 മുതൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ പരിവർത്തനത്തെ മന്ത്രി എടുത്തു പറയുകയും ചെയ്തു. വിദേശ നാണ്യ കരുതൽ ശേഖരം ഇപ്പോൾ $700 ബില്യൺ ആണെന്നും അന്ന് പാരമ്പര്യമായി ലഭിച്ചതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി കൂടുതലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ GDP 7.8% വളർച്ച കൈവരിച്ചതായും പണപ്പെരുപ്പം അടുത്തിടെ 2% കുറഞ്ഞതായും സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണെന്നും ഗോയൽ പറഞ്ഞു. ബാങ്കുകൾ ശക്തമാണെന്നും വായ്പാശേഷി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും പലിശ നിരക്കുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ശരാശരി പണപ്പെരുപ്പം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2014 മുതലുള്ള യാത്രയിൽ സംസാരിക്കവേ ഇന്ത്യ ലോകത്തിലെ ഫ്രാഞ്ചൈസിൽ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി കണക്കാക്കിയിരുന്നുവെന്നും ഗോയൽ സദസ്സിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ പരിവർത്തനം സുതാര്യതയിലൂടെയും പരിഷ്കാരങ്ങളിലൂടെയുമാണ് ഉണ്ടായതെന്നും നേരത്തെ 2G സ്പെക്ട്രം, കൽക്കരി ഖനികൾ, ഇരുമ്പയിര് ഖനികൾ, കരാറുകൾ തുടങ്ങിയ സർക്കാർ വിഭവങ്ങൾ ബന്ധുക്കൾക്കും സഹകാരികൾക്കും പാർട്ടി അംഗങ്ങൾക്കും കൈമാറിയിരുന്നു. ഇപ്പോൾ എല്ലാം സുതാര്യമായ ലേലത്തിലൂടെ മാത്രമേ നൽകൂ എന്ന് മോദിജി ഉറപ്പുവരുത്തിയെന്നും ഗോയൽ വ്യക്തമാക്കി. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക പുരോഗതിയും മന്ത്രി എടുത്തു പറയുകയും ചെയ്തു. 8 വർഷത്തിനുള്ളിൽ സംസ്ഥാനം പുതിയ ഉയരങ്ങളിലെത്തി. ഇന്ന് ഉത്തർപ്രദേശ് വളരെ വേഗതയേറിയ വളർച്ചയുടെ പാതയിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ അതിനെ അൺസ്റ്റോപ്പബിൾ ഉത്തർപ്രദേശ് എന്ന് വിളിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സമീപകാല നികുതി പരിഷ്കരണ ഉത്സവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഗോയൽ പറഞ്ഞു, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ പലതും വില കുറഞ്ഞതാക്കി GST ബച്ചത് ഉത്സവത്തിലൂടെയുള്ള പരിഷ്കാരങ്ങൾ ഈ നവരാത്രിയിൽ നമുക്കെല്ലാവർക്കും പ്രധാനമന്ത്രി മോദിജി നൽകിയ സമ്മാനമാണ്. രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് നിലവിൽ സർക്കാർ എന്നുമാണ് വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.